കേരള രാഷ്ട്രീയത്തിലെ ചാണക്യൻ ആരായിരുന്നു? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റാതിരിക്കാൻ പറ്റുമോ? കാരണം അത്രയും വലിയ ചാണക്യൻ തന്നെയായിരുന്നു അദ്ദേഹം. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിപ്രഭമായിരുന്നു. ഇപ്പോഴും എൻ്റെ കാതിൽ മുഴുവൻ ഷേണ്ണനായി മിസ്സിനൊക്കെ ഷോ ആണോ എന്ന് ചോദിച്ച ലീഡറിൻ്റെ ശബ്ദം കെ കരുണാകരൻ വിടവാങ്ങിയിട്ട് ഇന്ന് 15 കൊല്ലം തികയുകയാണ്. 4 തവണ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയ പ്രതിബന്ധങ്ങൾ ഏറെയായിരുന്നു. ഒരു വേള കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി DIC രൂപീകരിച്ച് പുറത്തേക്ക് പോയി. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹത്തിന് മടുത്ത് വീണ്ടും അകത്തേക്ക് കയറി. എന്നാൽ എത്ര കാലം കഴിഞ്ഞാലും ലീഡർ എന്ന വിളിപ്പേരും ആ രാഷ്ട്രീയ ജീവിതവും ചരിത്രത്തിൽ അവശേഷിക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ വിമർശകരൊക്കെ ലീഡറെ ഡീലർ എന്ന് വിളിച്ച് കളിയാക്കുമ്പോഴും കള്ളച്ചിരിയോടെ കെ കരുണാകരൻ കണ്ണിറുക്കി. ഇങ്ങനെ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഈ വിമർശകരോടൊക്കെ അദ്ദേഹത്തിന് വലിയ ബഹുമാനമാണ്. കേരള കൗമുദി ദിനപത്രത്തിൽ ഒരു സ്ഥിരമായി അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു ആവശ്യം വന്നപ്പോൾ ലീഡറെ അപ്രോച്ച് ചെയ്തു. ലീഡർ അദ്ദേഹത്തിൻ്റെ വിമർശനത്തെക്കുറിച്ച് ചോദിച്ചതേയില്ല, വന്ന കാര്യം സാധിച്ചു കൊടുത്ത് സന്തോഷമാക്കി വിട്ടു. അതാണ് ലീഡർ കെ കരുണാകരൻ. മനുഷ്യ കഥാനുകായിയായിരുന്നു തീർച്ചയായിട്ടും. അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നടക്കുകയാണ്. പെയിന്റിംഗിലും ഡിസൈനിങ്ങിലും ഗോൾഡ് മെഡലോടെ ഡിപ്ലോമ കരസ്ഥമാക്കിയ കണ്ണൂർക്കാരനായ കണ്ണോത്ത് കരുണാകരൻ ഒരു കലാകാരനായാണ് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. 1930കളുടെ ആരംഭമാണ് സമയം. ഗാന്ധിയുടെ ആഹ്വാനത്തിൽ രാജ്യത്തെമ്പാടും സിവിൽ നിയമലംഘന സമരം നടക്കുകയാണ്. ഈ കാലത്താണ് രാഷ്ട്രീയത്തിൽ മുൻപരിചയമൊന്നുമില്ലാത്ത കരുണാകരൻ INTUCക്ക് വേണ്ടി ചുവരെഴുത്തുകൾ എഴുതി തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. 1965 തെരഞ്ഞെടുപ്പ് വിജയമാണ് കരുണാകരന്റെ ജീവിതത്തിലെ ആദ്യത്തെ നാഴികക്കല്ല്. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്ന മാളയിൽ ഇടത് സ്ഥാനാർത്ഥിക്കുമേൽ 3000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കരുണാകരന്റെ അട്ടിമറി വിജയം. 1991 വരെ 7 തവണകളിലായി മാളയിൽ എതിരാളികളെ അപ്രസക്തമാക്കി കരുണാകരൻ തുടർന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന തിരഞ്ഞെടുപ്പിൽ നേടിയ വിജയവും അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ തിരിച്ചടിയും കരുണാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാന ഏടാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി 111 സീറ്റ് നേടി വിജയിച്ചു. കരുണാകരൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. എന്നാൽ 1 മാസത്തിനുള്ളിൽ കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി രാജനെ തൊട്ടു മുമ്പത്തെ വർഷം പോലീസ് ഉരുട്ടിക്കൊന്നതാണ്. 1995 4ാം തവണ മുഖ്യമന്ത്രിയായിരിക്കെ ISRO വ്യാജ ചാരക്കേസിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പ് നേരിടേണ്ടി വന്നു. A ഗ്രൂപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് ഒടുക്കം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. പാർട്ടിക്കുള്ളിലെ തന്റെ എതിരാളിയായ AK ആന്റണിയുമായുള്ള വിയോജിപ്പുകളെ തുടർന്ന് 2005 കരുണാകരൻ ഒരു കടുത്ത തീരുമാനമെടുത്തു. കരുണാകരൻ കോൺഗ്രസ് പാർട്ടി വിട്ട് DIC എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു. എന്നാൽ DIC പരീക്ഷണം വിജയിച്ചില്ല. ഒടുവിൽ 2 വർഷങ്ങൾക്ക് ശേഷം 2007 കരുണാകരൻ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു. കരുണാകരന്റെ നർമ്മബോധം എക്കാലവും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. താഴ്ന്ന ശബ്ദത്തിൽ സൗമ്യമായി നർമ്മം ചാലിച്ചുള്ള കരുണാകരന്റെ സംസാരം അദ്ദേഹത്തിന്റെ നയതന്ത്രജ്ഞതയുടെ ഭാഗം കൂടിയായി പിൽക്കാലത്ത് വിലയിരുത്തപ്പെട്ടു. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ലീഡർ എന്ന വിളിപ്പേരും കെ കരുണാകരന്റെ രാഷ്ട്രീയ ജീവിതവും ഒരു റഫറൻസ് ഗ്രന്ഥമായി നിലനിൽക്കും. റിസർച്ച് ഡെസ്ക് 24. കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് തന്ത്രങ്ങൾ പയറ്റിയ രാഷ്ട്രീയ നേതാവായിരുന്നു കെ കരുണാകരൻ. നമ്മൾ കൊച്ചിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തെല്ലാം ബാക്കി നിൽക്കുന്നു. കൊച്ചി നെടുമ്പാശ്ശേരിയിലെ നമ്മുടെ വിമാനത്താവളം, അത് യഥാർത്ഥത്തിൽ അന്ന് വയൽ നികത്തി ഇത്രയും വലിയൊരു വിമാനത്താവളം കൊണ്ടുവരുന്നതും ഒരുപക്ഷേ ഇന്ത്യയിലെ തന്നെ വലിയൊരു അപൂർവ പരീക്ഷണമായിരുന്നു. സർക്കാരും സ്വകാര്യ വ്യവസായികളും എല്ലാവരും ചേർന്നൊരു എയർപോർട്ട് ഉണ്ടാക്കുക, അതൊക്കെ വലിയൊരു അന്നത്തെ കാലത്തൊരു വലിയ പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം വലിയ വിജയമായി എന്നുള്ളത് കരുണാകരൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി കാണാം. അതുപോലെ കൊച്ചിയിലെ രാജ്യാന്തര സ്റ്റേഡിയം, ഇപ്പോൾ വിവാദമായ രാജ്യാന്തര സ്റ്റേഡിയമില്ല, ആ സ്റ്റേഡിയമൊക്കെ ഒരിക്കൽ TM ജേക്കബ് കരുണാകരനോട് പറഞ്ഞു, എനിക്കൊരു സ്റ്റേഡിയം തരണം, അല്ലെങ്കിൽ ഞാൻ ഈ മുന്നണിയൊക്കെ വിട്ടുപോകും എന്ന് പറഞ്ഞു. മുന്നണി വിടാൻ വേണ്ടി പാടുപെടേണ്ട ഒരു സ്റ്റേഡിയം അങ്ങനെ തരാം എന്ന് പറഞ്ഞതാണ് കെ കരുണാകരൻ്റെ രാഷ്ട്രീയ മഹത്വം. അതേസമയം അദ്ദേഹത്തെ ഏറ്റവും ദുഃഖിപ്പിച്ച ഒരു സംഭവം കൂടിയുണ്ട്.
അത് രാജൻ്റെ കൊലപാതകമായിരുന്നു. ഉരുട്ടി കൊലപ്പെടുത്തി. ജയറാം പടിക്കൽ പോലെയുള്ള അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തോട് കള്ളം പറഞ്ഞു എന്നത് എക്കാലത്തും കരുണാകരൻ്റെ വേദനയായിരുന്നു. കാര്യം കെ കരുണാകരൻ കൂടെയുള്ളവരെ അമിതമായി വിശ്വസിച്ചു, പ്രത്യേകിച്ച് ഇടവും വലവും നടന്ന 2 പോലീസ് ഓഫീസർമാരെ. ആ പോലീസ് ഓഫീസർമാർ കെ കരുണാകരനോട് പറഞ്ഞു കൊടുത്തത് രാജനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ്. ഉരുട്ടി കൊലപ്പെടുത്തി പായി ചുരുട്ടി എവിടെയോ കൊണ്ട് കത്തിച്ച് കളയുകയായിരുന്നു രാജനെ എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഈശ്വര വാര്യരെ കാണുമ്പോഴൊക്കെ തന്നെ ഈശ്വര വാര്യർ ഇല്ലാത്ത കാര്യത്തിൽ തന്നെ കുറ്റപ്പെടുന്നുവെന്നായിരുന്നു കരുണാകരൻ്റെ ചിന്ത. എന്നാൽ സ്വന്തം മകൻ നഷ്ടപ്പെട്ടു പോയ ഈശ്വര വാര്യരുടെ കണ്ണീർ കരുണാകരനെ വിടാതെ പിന്തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എനിക്ക് ജീവിതത്തിൽ കരുണാകരനുമായിട്ട് അവസാന കാലയളവിൽ ഒരുപാട് ഇടപഴകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ലീഡറോട് സംസാരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹം കടന്നുപോയി കഴിയുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. കുറച്ചു കാലം മുമ്പേ ഇദ്ദേഹവുമായി ബന്ധപ്പെടണമായിരുന്നു. അത്ര രാഷ്ട്രീയ പരിജ്ഞാനമുള്ള ഒരാൾ, നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ഒരാൾ. പിന്നീട് ഒരു കാര്യം കൂടിയുണ്ട്. എൻ്റെ അമ്മയും കരുണാകരനും മരിക്കുന്ന ഒരേ ആശുപത്രിയിലാണ്, തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ. ഇന്ന് കരുണാകരൻ മരിക്കുന്നു, അതിൻ്റെ പിറ്റേ ദിവസം അമ്മ മരിക്കുന്നു. കുറേ ദിവസം ഞാനും പത്മജ വേണുഗോപാലും അടുത്തടുത്ത മുറികളിൽ അമ്മയെ കരുണാകരനെ ചികിത്സിക്കാൻ അവരും എൻ്റെ അമ്മയെ ചികിത്സിക്കാൻ ഞാനുമായിട്ട് കഴിഞ്ഞ കുറേ കാലമുണ്ട്. അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എത്ര വലിയ നേതാവാണെങ്കിലും ഒരാൾക്ക് അപകടം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം മാത്രമേ ഉണ്ടാകൂ. പത്മജ അവിടെ തനിച്ചായിരുന്നു. വല്ലപ്പോഴും കെ മുരളീധരൻ വന്നു പോകുമായിരുന്നു. അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.